Hello friends, welcome to our channel. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ടെക് ന്യൂസ് ആണ്. നമ്മൾ ഇന്നലെ മൂവി ന്യൂസ് ഇടുണ്ടായിരുന്നു, കാണാത്തവർ പോയി കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വൺ ഓഫ് ദ കുറച്ച് മെയിൻ ടെക് ന്യൂസുകളാണ് നമുക്കിപ്പോൾ വന്നേക്കുന്നത്. അതിൽ ഒരു മെയിൻ ന്യൂസാണ് നമ്മുടെ ഫേസ്ബുക്ക്. നിങ്ങൾക്കറിയായിരിക്കും ഫേസ്ബുക്കിൽ നമ്മൾ യൂട്യൂബിൻ്റെ പോലെ തന്നെ നമുക്ക് വീഡിയോ സംഭവങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ എടുക്കാനും അതുപോലെ തന്നെ നമുക്ക് ഏർണിങ്സ് കിട്ടാനും സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുണ്ട്. അതായത് അവർ ന്യൂ പബ്ലിഷേഴ്സിന്, അതായത് പുതിയ ആൾക്കാർക്ക് അവരെ ന്യൂസ് ടാബ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ ഫേസ്ബുക്കിൽ. അത് സ്റ്റോപ്പ് ചെയ്യാൻ റിമൂവ് ചെയ്യാൻ പോവാണ് ഇങ്ങോട്ട്. ഏപ്രിൽ 2024 തൊട്ട് നമ്മുടെ ഫേസ്ബുക്ക് ഇനി ന്യൂ പബ്ലിഷേഴ്സിന് ഇതിന് വേണ്ടിയിട്ട് പേയിങ് ഒന്നും ചെയ്യില്ല. അതായത് അവർ ഫേസ്ബുക്ക് ടു സ്റ്റോപ്പ് പേയിങ് ന്യൂ പബ്ലിഷേഴ്സ് എന്നൊരു ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ആക്ച്വലി US-ലും ഓസ്ട്രേലിയയിലാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ UK-ലും ഫ്രാൻസിലും ജർമ്മനിയിലും അവർ ഓൾറെഡി ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഇത് ഇനി ഇന്ത്യയിലും വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുള്ളി അപ്ഡേഷൻ ന്യൂസും സംഭവമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് വന്നതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ബാക്കി സംസാരിക്കാം കേട്ടോ. നമ്മുടെ വാട്സപ്പിൽ പുതിയ ഫീച്ചർ ഇപ്പോൾ റോൾ ഔട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ്രോയിഡിലാണ് റോൾ ഔട്ട് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അത് ഓൾറെഡി iOS യൂസേഴ്സിനും അതുപോലെ തന്നെ Mac OS-നും വാട്സപ്പ് വെബിനൊക്കെ നമുക്ക് ഈ ഫീച്ചർ ഓൾറെഡി വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഇനി തൊട്ട് നമ്മുടെ ചാറ്റിലുണ്ടല്ലോ, നമുക്ക് ചാറ്റിൽ നമ്മുടെ ഡേറ്റ് അനുസരിച്ച് നമുക്ക് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ആ ചാറ്റ് സെക്ഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ അതായത് നിങ്ങളിപ്പോൾ ഒരാഴ്ചത്തെ അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ മാസം 2-ാം തീയതിയിലത്തെ ചാറ്റ് നിങ്ങൾക്ക് എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഫിൽട്രേഷൻ പോലത്തെ ആ ഫീച്ചർ ഇപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡിൽ വരാൻ പോവുകയാണ്. നിങ്ങൾ ഓൾറെഡി iOS സംഭവം യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അത് അറിയണ്ടായിരിക്കും. ഇപ്പോൾ അങ്ങനത്തെ ഫീച്ചർ ഇപ്പോൾ ഇനി പുതിയ റോൾ ഔട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ റീസെൻ്റ് തന്നെ ഈ മാസം തന്നെ റോൾ ഔട്ട് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുതിയ ആൻഡ്രോയിഡിൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ വാട്സപ്പിൻ്റെ അപ്ഡേറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ആക്ച്വലി ഈ ഫീച്ചറും പുതിയത് ആഡ് ഓൺ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയായിരിക്കും ആപ്പിൾ ആക്ച്വലി ഒരു ഇലക്ട്രിക് കാറുമ്പോൾ വർക്ക് ചെയ്യുന്നതാണ്. കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ ആക്ച്വലി ആപ്പിൾ അവരൊരു പുതിയ ഇലക്ട്രിക് കാറുമ്പോൾ കുറേ കാലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ആക്ച്വലി ആപ്പിൾ ആ പ്രൊജക്റ്റ് വിട്ടു എന്നാണ് പറയുന്നത്. ഓൾമോസ്റ്റ് 2000 അവരുടെ എംപ്ലോയീസ് ആക്ച്വലി ഈ പ്രൊജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവരിപ്പോൾ ഈ പ്രൊജക്റ്റ് ഫുള്ളി സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി ഫുള്ളി AI ഫീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റിലേക്ക് മാറാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2000 എംപ്ലോയീസിനെ ഫുള്ളി ലൈ ഓഫ് ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ റീസെൻ്റ്ലി തന്നെ 2024 തുടങ്ങിയപ്പോൾ തന്നെ നിറച്ച് ലൈ ഓഫുകളാണ്. അപ്പോൾ വലിയ ടെക് കമ്പനീസ് എല്ലാം ലൈ ഓഫ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിലത്തെ ഒരു അടുത്ത ഒരു ലൈ ഓഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അതുപോലെ തന്നെ അവരെ ഇലക്ട്രിക് കാർ കുറേ പേര് കാത്തിരിക്കുന്നുണ്ട്, കുറേ എന്താ പറയുക ആപ്പിൾ ഇലക്ട്രിക് കാറിനെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ അത് ഇനി നടക്കില്ല. ആക്ച്വലി ആ പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്തു കിട്ടാം. ഇപ്പോൾ എല്ലാ ടെക് കമ്പനീസും ഇപ്പോൾ AI-ൻ്റെ പിറകെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആപ്പിളിൻ്റെ AI ടീമിലേക്ക് ഇതിലത്തെ കുറച്ച് പേരെ AI ടീമിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു മെജോറിറ്റി 80% ആൾക്കാരും ലൈ ഓഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു ബാഡ് ന്യൂസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പ് 3 ന്യൂസുകൾ കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. നമ്മുടെ മെയിൻ ചാനൽ കാണാത്തവരെ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടോ. അടുത്ത കാണാം. ബൈ.